ബാങ്ക് കൊടുക്കുമ്പോൾ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് കേട്ടാൽ ഇങ്ങനെ തള്ളവിരൽ ചുംബിച്ച് കണ്ണിൽ വെക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആറാമത്തെ ചോദ്യമാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രായമുള്ളവരാരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അങ്ങനെ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതിൻ്റെ മനുഷ്യന്മാരെ നിങ്ങളൊരു മറുപടി പറയും, കണ്ടിട്ടുണ്ടോ? ഇല്ലേ? ഇല്ല. അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഇദാ സമിഅ ഇസ്മി ഫിൽ അദാൻ, ബാങ്കിൽ ഒരാൾ എൻ്റെ പേര് കേട്ടാൽ ഫഖബ്ബല ളുഫ്റൈ ഇബ്ഹാമൈ, അവൻ്റെ കൈയിൻ്റെ നഖത്തിൽ ചുംബിക്കുകയും ചെയ്താൽ ഫമസഹ അലാ ഐനൈ, കണ്ണുകളിൽ അത് തടവുകയും ചെയ്താൽ പിന്നെ അവൻ്റെ കണ്ണ് പൂർണ്ണമായി കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോകില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാമിങ്ങൾ പറയാണ്, അങ്ങനെ ചുംബിക്കുമ്പോൾ ചെല്ലണം, മർഹബാ മർഹബൻ ബിഹബീബി ഖുർറത ഐനി മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് ചുംബിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഈ തള്ളവിരലിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ് കണ്ടു. ഇവിടെ അത്തയ്യാത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഈ വിരൽ ഉയർത്താറില്ലേ? ആന്ന് പറയ്. ഈ വിരലാണോ ഉയർത്തുന്നത്? ഈ വിരലാണോ? ചൂണ്ടുവിരലല്ലേ? അപ്പോൾ ലോകത്ത് എല്ലായിടത്തും ചൂണ്ടുവിരലാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും മദ്രസയിൽ ഉസ്താദ്മാരോട് ചോദിച്ചോ, എന്തിനാണ് ഇപ്പം ഈ വിരൽ ഉയർത്തുന്നത് അത്തയ്യാത്തിൽ? ചില ആൾക്കാരിങ്ങനെ ആട്ടുട്ടോ. അത്തരം തർക്കത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഗൾഫിൽ പോയവരൊക്കെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. ഷാഫി മദ്ഹബ് പ്രകാരം കണ്ടിന്യൂസ് ആയി തുടർച്ചയായി 3 തവണ ആടിയാൽ ബ്ലൂം അവൻ്റെ നിസ്കാരം ബാത്തിലാണ്. ഷാഫി മദ്ഹബാണ് ഞാൻ പറഞ്ഞത്. ഹനഫി മദ്ഹബിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, വേറെ മദ്ഹബിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ മക്കത്ത് പോയി അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് കാട്ടരുത്. അവിടെ പല മദ്ഹബും ഉണ്ടാവും. പക്ഷേ കൊല്ലത്തുനിന്ന് പോയിട്ട് ഒരാൾ ഗൾഫിൽ പോയി, ഇവിടെയൊക്കെ ഭയങ്കര മൗലൂദും സലാത്തൊക്കെ ചൊല്ലിയ ഒരാൾ എല്ലാം ഗൾഫിലൊന്ന് പോയി തിരിച്ചു വന്നപ്പോൾ അത്തയ്യാത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നാൽ അവൻ്റെ പരിപാടി തീർന്നു. അതുപോട്ടെ, അത്തരം വിവാദങ്ങളിലൊന്നും താല്പര്യമില്ലാത്ത ആളെന്ന് നിൽക്കാൻ പറയട്ടെ. ഈ വിരൽ എന്തിനാണ് പൊക്കണത്? അതിന് മറുപടി പറഞ്ഞാൽ അടുത്ത ഗിഫ്റ്റ് വരും. ആദ്യത്തെ ഗിഫ്റ്റ് കമ്പനിക്ക് അടിച്ചിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് വാങ്ങിത്തരണം. എന്തിനാണ്? വെറുതെ ഒരു ചരിത്രം കേട്ടിരുന്ന പോരല്ലേ? നമ്മൾ കുറേ സംഭവങ്ങളും മസലുകളും മനസ്സിലാക്കണ്ടേ? എന്തിനാണ് ഈ വരൽ? നിങ്ങൾ ഗിഫ്റ്റ് ഓഫർ ചെയ്താൽ ഞാൻ മറുപടി പറയല്ലേ? പറയില്ല. എന്തിനടിച്ചിരിക്കണ്? വാങ്ങിത്തരുന്നുണ്ടോ? ഹബീബിങ്ങളെ നഖം വെട്ടൽ സുന്നത്താണല്ലേ? അത് ദക്ഷിണ കേരളത്തിലും മലബാറിലും സുന്നത്താണ്. പക്ഷെ നമ്മുടെ ഉമ്മമാര് തള്ളവിരൽ മുതലാണ് നഖം വെട്ടാറുള്ളത്. കുട്ടികൾക്ക് നഖം വെട്ടിക്കൊടുക്കുമ്പോൾ തള്ളവിരൽ മുതലാണ് നഖം വെട്ടിക്കൊടുക്കുന്നത്. സുന്നത്തിൻ്റെ കൂലിയില്ല. ഹജ്ജിനും ഉംറക്കും പോയവരല്ലേ നിങ്ങൾ? നഖം മുറിക്കൽ സുന്നത്തല്ലേ? നിങ്ങൾ നഖം മുറിച്ചില്ലേ? ആ ചപ്ലാങ്കൊട്ട കൊണ്ട് നഖം മുറിക്കുമ്പോൾ നിങ്ങൾ ആദ്യം തള്ളവിരലല്ലേ മുറിക്കുന്നത്? സുന്നത്തില്ല. അള്ളാന്റെ ദീന് പറയുന്നത്, മദ്രസയിലെ പുസ്തകത്തിൽ പറയുന്നത്, അത് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡാണെങ്കിലും, അത് ദക്ഷിണ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡാണെങ്കിലും, അത് സുന്നി ജമിയത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡാണെങ്കിലും, അത് സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡാണെങ്കിലും, കേരളത്തിലെ പ്രശസ്തമായ 4 സുന്നി സംഘടനകളുടെ വിദ്യാഭ്യാസ ബോർഡാണ് ഞാൻ പറഞ്ഞത്. അവരൊക്കെ പഠിപ്പിക്കുന്നത് വലത്തേ കൈയിൻ്റെ ചൂണ്ടുവിരലിലെ നഖമാണ് ആദ്യം മുറിക്കേണ്ടത്. Why? What is the reason? എന്തുകൊണ്ടാണ് അങ്ങനെ? ഹബീബിങ്ങളെ, അവിടെയുമുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂർ. ആ പ്രകാശത്തിന് ഈ വിരലുമായി ഒരു കണക്ടിവിറ്റി ഉണ്ട്. 6 ചോദ്യം ചോദിച്ച് നിങ്ങൾ പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഞാനത് പറയാതെ പോകുന്നത്. അപ്പോൾ റസൂലുള്ള വെളിച്ചമാണ്. അങ്ങനെ ഫീ സുൽബി ആദമ ഇലൽ അർള് ഫലമ്മാ ഖലഖല്ലാഹു തആല ആദം മിനൽ അർള്, ആദം നബി അല്ലാഹു പടച്ചപ്പോൾ എൻ്റെ വെളിച്ചത്തെ, മുഹമ്മദീയ പ്രകാശത്തെ ആദം നബിയുടെ മുതുകിൽ അല്ലാഹു ഭൂമിയിൽ ഇറക്കുകയാണ്.
ഫീ സുൽബിൽ ഖലീൽ, ഇബ്രാഹിം നബിയുടെ മുതുകിൽ ഞാൻ ഉണ്ടായിരുന്നു. ഹീന ഖുദിഫ ബിഹി ഫിന്നാർ, ഇബ്രാഹിം നബിയെ തീയിലിടുമ്പോൾ ഞാൻ ഇബ്രാഹിമിന്റെ മുതുകിലുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. പിന്നെ എങ്ങനെ ഇബ്രാഹിമിനെ തീ തൊടും അലൈഹിസ്സലാം? ഇബ്രാഹിം നബിയെ തീന് തൊടാൻ പറ്റാത്തത് മുഹമ്മദീയ പ്രകാശമിരിക്കുന്ന ഒരാളെ തൊടാൻ തീന് കഴിയാത്തത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, അത് പ്രവാചകനെ സ്നേഹിച്ചവരെ വരെ തൊടാൻ തീന് കഴിയില്ല മുഅ്മിനീങ്ങളെ? അപ്പം നിങ്ങളോട് പറയും, എന്നാ പിന്നെ നമുക്ക് അടുപ്പിലൊന്ന് പോയി കൈ വെച്ച് നോക്കാം. കത്തി അങ്ങോട്ട് പോകും. കാരണം നമ്മൾ പ്രവാചകനെ സ്നേഹിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. ഒരോളത്തിലുള്ള സ്നേഹമാണ്. ഉമർ തങ്ങളുടെ ആ കാലത്ത് ഒരാൾ ജീവിച്ചിരുന്നിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരാൾ ജീവിച്ചിരുന്നിട്ടുണ്ട്. കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ കദ്ദാബ് വന്ന വേളയിൽ, സഹാബിയല്ല കേട്ടോ, റസൂലുള്ളാഹിനെ വല്ലാതെ പ്രണയിച്ച ഒരാൾ. അപ്പം മുസൈലിമ വന്നിട്ട് പറഞ്ഞു, ഞാനാണ് നബി, എന്നെ വിശ്വസിക്കുക. അദ്ദേഹം പറഞ്ഞു, പറ്റില്ല. തീയിലേക്ക് പിടിച്ചിട്ടു, അദ്ദേഹത്തെ തീയിലേക്ക് പിടിച്ചിട്ടു. അബൂ മൂസൽ ഖൗലാൻ റളിയല്ലാഹു അൻഹു, നിങ്ങൾ ഈ സംഭവം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തീയിലിരുന്ന് സ്വലാത്ത് ചൊല്ലി വിശ്വസിക്കുമോ നിങ്ങൾ? ഒരു രോമം പോലും കരിയാതെ അഗ്നികുണ്ടാരത്തിൽ നിന്ന് പുറത്തു കടന്നു അബൂ മൂസൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. ഈ വിവരം മദീനയിലെത്തി. ഉമർ തങ്ങൾ കത്തെഴുതുകയാണ്, അബൂബക്കറാണ് ഖലീഫ റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ കത്തെഴുതി, അബൂ മൂസ മദീനയിലേക്കൊന്നു വരണേ, നിങ്ങളെ ഒന്ന് കാണാൻ വല്ലാത്ത കൊതിയുണ്ടേ. അബൂ മൂസ റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് വരുമ്പോ, ഹബീബിങ്ങളെ, മദീന ഹറമിന്റെ അതിർത്തിയിൽ പോയി മദീനയുടെ ഖലീഫയായ അബൂബക്കറോ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വീകരിക്കാൻ പോയി നിന്നു. ഒരു രാഷ്ട്രത്തിന്റെയും തലവനല്ല വരുന്നത്, ഒരു സഹാബി പോലുമല്ല, പ്രവാചകനല്ല, ഒരു മനുഷ്യൻ വരികയാണ്. കാത്തുനിന്നു, കൊണ്ടുവന്നു മദീന പള്ളിയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും നടുവിൽ ഇരുത്തി. എന്നിട്ട് അബൂ മൂസയോട് ഉമർ തങ്ങൾ പറയാണ്, ഞാൻ കുറേ കാലമായി ദുആ ചെയ്യാൻ തുടങ്ങിയതാണ്. അല്ലാഹുമ്മ ലം തുമിത്നി ഹത്താ അറാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കമാ ഫുഇല ബി ഇബ്രാഹീമ ഖലീലാ. ഇബ്രാഹിം നബി തീയിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ ഉമ്മത്ത് മുഹമ്മദിലെ ഒരാൾ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുന്നത് കാണുന്നത് വരെ എന്നെ മരിപ്പിക്കല്ലേ അല്ലാ എന്ന് ഞാൻ ദുആ ചെയ്യാറുണ്ട്. അപ്പോ മുഹമ്മദ് നബിയുടെ ഒരു ഉമ്മത്ത് തീയിൽ നിന്ന് രക്ഷപ്പെട്ടത് ഞാൻ കണ്ടു. കെട്ടിപ്പിടിച്ചു ചുംബിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സഹാബിയല്ല, പ്രവാചകനല്ല. ഒറ്റ മഹത്വം അദ്ദേഹത്തിനുള്ളൂ, മഹബ്ബത്തുർ റസൂൽ. അപ്പൊ നബിയെ സ്നേഹിച്ച ആളെ പോലും തീന് തൊടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നബിയെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് നമ്മൾക്ക് തീരെ തൊടുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാത്തു ഷരീഫയുമായി ബന്ധപ്പെട്ട ഒന്നിനെ പോലും തീന് തൊടാൻ പറ്റില്ല. അത് ബഅദ വഫാത്തി, റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം പോലും ഹബീബിന്റെ ശരീരവുമായി ബന്ധപ്പെട്ട ഒന്നിനെ തൊടാൻ തീന് പറ്റില്ല. അല്ലാഹു അഅലം. ഹബീബിങ്ങളെ, അപ്പോൾ ഇബ്രാഹിം നബിയുടെ മുതുകിൽ മുഹമ്മദ് നബിയുണ്ട്. ഫീ സുൽബി നൂഹിൻ അലൈഹിസ്സലാം, നൂഹ് നബിയുടെ മുതുകിൽ മുസ്തഫ നബിയുണ്ട്. പ്രളയത്തിന്റെ വേളയിൽ നോക്കൂ, ഈ കുട്ടികളൊക്കെ മദ്രസയെ പഠിച്ചത് 520 ഏപ്രിൽ 21 തിങ്കളാഴ്ച ദിവസം അല്ലേ റസൂലുള്ളാഹി ജനിച്ചു എന്നല്ലേ കേട്ടത്? അല്ലേന്ന്? അല്ലേ? അത് റസൂലുള്ളാഹി ശാരീരികമായി വന്നത് മാത്രമാണ്. റസൂലുള്ളാഹി അപ്പോഴൊന്നും അല്ല വന്നത്. ഈ മനുഷ്യവംശത്തെ പടയ്ക്കുന്നതിന് മുമ്പ് മുഹമ്മദ് മുസ്തഫയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ്, 1,24,000 വരുന്ന പ്രവാചകന്മാരുടെ മുതുകുകളിലൂടെ ഒഴുകി 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 വലൻ യസൽ യൻകുലിനി റബ്ബി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ ഇലൽ അർഹാമിൻ സകിയത്തി ത്വാഹിറ ഹത്താ
അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ വലൻ യൽതഖിയ അലാ സിഫാഹിൻ ഖത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്. നൂറ്റാണ്ടുകളിലൂടെ അവിരാമമായ പ്രവാഹമായി അനസ്യൂതമായ ഒഴുക്കായി എൻ്റെ നബി ഒഴുകി 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 അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയുടെ മുതുകിൽ എത്തിച്ചേരുന്നു. ഒരു റജബ് മാസത്തിൽ ഒരു വ്യാഴാഴ്ച രാത്രി വഹബിന്റെ മകൾ ആമിന ബിവിയെ കല്യാണം കഴിച്ച രാത്രി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അബ്ദില്ലാഹ് ഇലാ ബത്നി ആമിന. ആമിനാബിയുടെ ഗർഭാശയത്തിലേക്ക് അബ്ദുള്ളയിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം എത്തി. നോക്കൂട്ടോ, ഈ അബ്ദുള്ള പണ്ട് കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് റളിയല്ലാഹു അൻഹു മക്കയിലൂടെ നടന്നു പോകുമ്പോൾ സ്ത്രീകളെല്ലാം പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് വിളിച്ചു പറയും, മൗത്ത് ടു മൗത്ത് മെസ്സേജ് പാസ് ചെയ്യും. അന്ന് വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഇൻസ്റ്റ ഇല്ല. അതുകൊണ്ട് പറയും, ദോ അബ്ദുള്ള വരുന്നുണ്ട്. എല്ലാവരും ഇറങ്ങി നിന്ന് നോക്കും. അത്രക്ക് ഭംഗിയായിരുന്നു അബ്ദുള്ളയെ കാണാൻ. പല ആളുകളും വിവാഹാന്വേഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ വഹബിന്റെ മകൾ ആമിന ബിവിയെ കല്യാണം കഴിച്ചതിന്റെ പിറ്റേ ദിവസം കല്യാണം പിറ്റേന്ന് നടക്കാനിറങ്ങിയ അബ്ദുള്ളയെ കണ്ട് പെണ്ണുങ്ങളെല്ലാം വീടിന്റെ ഉള്ളിലേക്ക് ഓടിക്കയറി. കാരണം ഭംഗി പോയിട്ടുണ്ടായിരുന്നു. എന്താ കാരണം? മുഹമ്മദ് നബിയുടെ പ്രകാശം ആമിന ബിവിയിൽ എത്തിച്ചേർന്നു. അതാണ് മുഹമ്മദ് മുസ്തഫ. ഞാൻ ഈ പ്രസംഗം തുടങ്ങിയത് റസൂലുള്ളാഹിനെ കാണണമെന്ന് പറഞ്ഞിട്ടാണ്. ഈ രാത്രി കാണാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഐഷ ബീവി പറഞ്ഞു, സലീഖ ബീവിയുടെ അനുയായികളായ പെണ്ണുങ്ങൾ മിസ്റില് യൂസുഫിനെ കണ്ടിട്ട് വിരലാണ് മുറിച്ചു കളഞ്ഞതെങ്കിൽ ആ പെണ്ണുങ്ങളെല്ലാം എൻ്റെ ഹബീബായ മുസ്തഫ നബിയെ കണ്ടിരുന്നുവെങ്കിൽ മൻറാ വജ്ഹക യാ സഅദ് യാ കരീമൽ വാലിദൈനി. അങ്ങനെ നമ്മൾ മൗലൂദിൽ പാടാറുണ്ട്, ഹൃദയത്തിൽ കത്തിയിറക്കി അവർ മരിക്കുമായിരുന്നു എന്ന് പരിശുദ്ധ സയ്യിദത്തു ആയിഷ റളിയല്ലാഹു അൻഹ. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഈ രാത്രിയിൽ കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു ഹബീബിങ്ങളെ. അതൊരു ക്രൈസായിട്ട് നമ്മൾ എടുക്കണം. ഒരു ക്രഷ് മാത്രം പോരെ, ക്രൈസായിട്ട് നമ്മൾ എടുക്കണം. എനിക്ക് നബിയെ കാണണമെന്ന ഉത്കടമായ ഒരു ആഗ്രഹത്തിൽ പെടയണം. ധാരാളം സംഭവങ്ങൾ ഞാൻ ഉദ്ധരിക്കാറുണ്ട്, പക്ഷെ ഇവിടെ അതൊക്കെ വിട്ടുപോവുകയാണ്. അത്രക്ക് ഭംഗിയാണ് മുഹമ്മദ് മുസ്തഫ. ഇതിൽ മദീനയിൽ പോയവരൊന്ന് കൈവന്തിച്ചാണ്. മദീനത്ത് പോയവർ മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ബാക്കിയുള്ളവർക്കും പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ മദീനയിൽ പോയാൽ നല്ല ശ്രദ്ധയോടെ കേട്ടോളൂ കേട്ടോ. മദീനയിൽ പോയാൽ റെക്കോർഡ് ചെയ്തിട്ട്, ഇനി പറയണ റെക്കോർഡ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ വേഗം പോടുത്ത് റെക്കോർഡ് ചെയ്യും, പറയേണ്ടതെന്നില്ല. മദീനയിൽ പോയാൽ മസ്ജിദ് അബൂദർ ലിഫാർ എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്. മസ്ജിദ് അബൂദർ ലിഫാർ. നിങ്ങൾ കൈ പൊക്കിയ ഒരു സമീപകാലത്താണ് മദീനയിൽ പോയെങ്കിൽ നിങ്ങൾ ഒരിക്കലും മസ്ജിദ് അബൂദർ ലിഫാർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കണ്ടാരെങ്കിലും കൈ വെക്ക്. അവിടെ മസ്ജിദുൽ ഗമാമയുണ്ട്, മസ്ജിദുൽ ജുമുഅയുണ്ട്, മസ്ജിദുൽ ഖുബയുണ്ട്, മസ്ജിദുൽ ഖിബ്ലത്തൈനിയുണ്ട്, മസ്ജിദുൽ ഫതഹുണ്ട്, മസ്ജിദ് സൽമാനുണ്ട്, മസ്ജിദ് ബിലാലുണ്ട്, മസ്ജിദ് ഇമാം ബുഖാരിയുണ്ട്, മസ്ജിദ് അബൂബക്കർ, മസ്ജിദ് അലി, മസ്ജിദുൽ ജുമുഅ, ഇങ്ങനെയുള്ള പള്ളികളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ കാണും. മസ്ജിദ് അബൂദർ ലിഫാർ മദീന പള്ളിയുടെ മുൻവശത്താണ്, പിറകുവശത്താണ്. അതായത് മുൻവശത്തല്ലേ ഖിബില, അപ്പോൾ പിൻവശത്താണ്. ഒരു 500 മീറ്റർ നിങ്ങൾ പിറകിലേക്ക് പോയാൽ അവിടെ മസ്ജിദ് അബൂദർ ലിഫാർ എന്ന് പറയുന്ന പള്ളി കാണും. ഇന്നത്തെ സാപ്റ്റിക്കോ ബസ് സ്റ്റാൻഡിന്റെ സമീപത്താണ്. ഇന്നത്തെ ബർമ ഹോൾസെയിൽ മാർക്കറ്റിന്റെ സമീപത്താണ്. അവിടെ മദീന ഡെവലപ്മെന്റിന്റെ ഭാഗമായി ഹോട്ടലുകളെല്ലാം പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. ഈ പള്ളി ഇനി പൊളിക്കുമെന്ന് എനിക്കറിയില്ല. ഈ കഴിഞ്ഞ വർഷം വരെ പൊളിച്ചിട്ടില്ല. അവിടെ ഒന്ന് പോകണം ഇൻഷാ അല്ലാഹ്.
പടച്ചോനെ ഇൻഷാ അല്ലാ പറഞ്ഞവർക്ക് മാത്രം അവിടെ പോകാൻ തൗഫീഖ് കൊടുക്കണേ അല്ലാ. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ മാത്രമേ പോവുള്ളൂ. കാരണം ബാക്കിയുള്ളത് ഇൻഷാ അല്ലാ പറയും. ഒരു പണി നിങ്ങൾക്ക് തരണമെന്ന് ഞാൻ കുറേ നേരമായി കരുതിയിരിക്കണം. അപ്പോൾ ഈ ഇൻഷാ അല്ലാ ഞാൻ വരുന്നതുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ നിങ്ങൾ പോകാനൊക്കെ പറ്റും കേട്ടോ. പൈസ ഉണ്ടെങ്കിൽ പോകാൻ പറ്റും. പൈസ ഇല്ലെങ്കിലും അല്ലാഹു നിങ്ങളവിടെ എത്തിക്കട്ടെ, എല്ലാവരും എത്തിക്കട്ടെ. ഒന്ന് മനസ്സറിഞ്ഞ് പറയും നിങ്ങൾ ചിലപ്പോൾ നമ്മൾ എത്തും. അപ്പോൾ ഈ പള്ളിയിൽ പോയിട്ട് ഇവിടുന്ന് പിരിഞ്ഞു പോകണതിൻ്റെ മുമ്പ് നമുക്കൊരു സമ്മാനം തരണമല്ലോ, അതുകൊണ്ട് പറയാം. അവിടെ അല്ലാൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് അല്ലാൻ്റെ റസൂലിനോട് പറയണം, പടച്ചോനോട് പറയണം, അല്ലാ എനിക്ക് സലാത്തിൻ്റെ ഇജാസ തരണം റബ്ബേ. ഇവിടെ ഒരു സംശയം തീർക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ഇപ്പോൾ ഇജാസത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവില്ല. വയസ്സായവർക്ക് ഇങ്ങനെ മനസ്സിലായിണ്ടാവും. അതായത് ഒരു മഹാൻ്റെ അടുത്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും ദിക്റിനൊക്കെ ഒരു ഇജാസത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ ചെല്ലുന്നതിനേക്കാൾ അതിൽ പവർഫുള്ളായിരിക്കും. അത് ഇഫക്റ്റീവായിരിക്കും. റൈറ്റ്. ഇപ്പോൾ ഹദ്ദാദ് പരമ്പരാഗതമായി ചെല്ലി വരുന്ന ഒന്നാണ്. അപ്പോൾ ഹബീബിങ്ങളെ, സലാത്തിന് അങ്ങനെ ഇജാസത്തിൻ്റെ സമ്മതത്തിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. ഒന്നാമത്തെ സംശയത്തിൽ 2 സംശയമുണ്ട്. ഒന്നാമത്തെ സംശയത്തിന് മറുപടി, സലാത്ത് വെറുതെ ചൊല്ലിയാലും പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അമൽ സ്വീകരിക്കുന്നത് നിയ്യത്ത് കൊണ്ട് മാത്രമാണ്. എല്ലാ അമലും സ്വീകരിക്കണേ നിയ്യത്ത് വേണം. ഇപ്പം നിങ്ങളിവിടെ ഇരുന്നതിന് ചരിത്രം കേട്ടു അല്ലെങ്കിൽ പ്രവാചക സ്നേഹം ഉൾക്കൊണ്ടു എന്നതിനപ്പുറം ഒരു ഇൽമ് കേട്ടതിൻ്റെ പ്രതിഫലം കിട്ടണമായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ പടച്ചോനെ ഞാൻ ഇൽമിൻ്റെ മജ്ലിസിലിരിക്കുന്നു, നേരത്തെ ഉസ്താദ് പ്രസംഗിക്ക് പറഞ്ഞില്ലേ മജ്ലിസുൽ ഇൽമിനെ കുറിച്ച്, ആ പ്രതിഫലം ഇപ്പോഴും നിങ്ങളുടെ റെക്കോർഡിൽ മൈന്യൂട്ട് സെക്കൻഡിൽ വിതിൻ സെക്കൻഡ്സ് എഴുതപ്പെട്ടുകൊണ്ടിരുന്നു. അമൽ വെച്ചിരുന്നുവെങ്കിൽ എല്ലാ അമലിനും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പള്ളിയിൽ കയറിയിട്ട് വെറുതെ ഒരാളിരുന്ന കൂലി കിട്ടൊന്നുമില്ല. നവൈത്തുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദില്ല എന്ന് ഇഅ്തികാഫിന് നിയ്യത്ത് വെക്കണം. എന്നാൽ സലാത്തിന് അങ്ങനെ ഒരു നിയ്യത്തിന്റെ ആവശ്യമില്ല. ചുമ്മാ ചെല്ലിയാലും അവിടെ ഇങ്ങനെ ബിരിയാണി പൊതി കൊടുക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ആ സലാത്ത് മജ്ലിസിൽ കുറച്ചേരം ഇരിക്കാന്ന് കരുതി ഇരുന്ന് ചെല്ലിയാൽ പോലും പ്രതിഫലം കിട്ടും. അങ്ങനത്തെ ഒരു സലാത്തിന് എന്തിനാണ് ബഷീർ ഫൈസി ഇജാസത്ത് വേണമെന്ന് പറഞ്ഞതെന്നൊരു സംശയം ഞാൻ ദൂരീകരിച്ചു തരികയാണ്. നിങ്ങളവിടെ പോയിട്ട് സലാത്ത് ചെല്ലിയിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് സമ്മതം ചോദിക്കുക. അപ്പം നിങ്ങൾ ചോദിക്കും റൗളയിൽ ചോദിച്ചാൽ പോരെ, എന്തിനാണ് ആ പള്ളി, എന്തിനാണ് റൗളയിലല്ലേ റസൂലുള്ള ഉള്ളത്? അതിന് ഞാൻ മറുപടി പറഞ്ഞുതരാം. ഒന്ന്, ആ പള്ളിക്ക് 7 പേരുകളുണ്ട്. ഒന്ന് മസ്ജിദുൽ ആയ, 2 മസ്ജിദുൽ ഇജാബ. ഇജാബ എന്ന് പറഞ്ഞ പേരിൽ വേറെയും പള്ളി ഉണ്ട് അവിടെ, അതല്ല. 3 മസ്ജിദുസ് സജദ, 4 മസ്ജിദുസ് സുജൂദ്, 5 മസ്ജിദുസ് ശുക്ർ, 6 മസ്ജിദു അബൂദറിൽ ഗിഫാർ, 7 മസ്ജിദുസ് സലാത്ത്. ഇങ്ങനെ 7 പേരുകളുള്ള പള്ളിയാണ് മദീനയിലെ മസ്ജിദ് അബൂദർ ഗിഫാർ. ഒരു പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഇൽമ കിട്ടണം, മനസ്സിന് കുളിരുണ്ടാകണം, മദീനയോട് പ്രണയം തോന്നണം. അതല്ലാതെ 2 മണിക്കൂർ ഒരു ഗംഭീര പ്രസംഗമാണെന്ന് നിങ്ങൾ സർട്ടിഫിക്കറ്റ് നൽകിയിട്ട് എന്താ കാര്യം? മുഅ്മിനീങ്ങളെ, ഞാൻ തുടക്കത്തിൽ 9 തൂണ് പറഞ്ഞു, നിങ്ങളുടെ മനസ്സിലത് പതിഞ്ഞിട്ടുണ്ടാവും. 9 തൂണിന്റെ കഥ പറഞ്ഞാൽ മദീനയിൽ എത്തിയാൽ നമ്മുടെ മനസ്സ് പൊട്ടും. പക്ഷെ സമയക്കുറവുണ്ട്, അത് പറഞ്ഞില്ല. ഇപ്പൊ ഇതാ ഞാൻ പള്ളികളുടെ പേരിൽ മസ്ജിദ് അബൂദർ ഗിഫാരിയുടെ 7 പേര് പറഞ്ഞു. ഇനി എന്താണ് അതിന്റെ മഹത്വം? ഈ പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഈ ആയത്തിറങ്ങിയത് ആ പള്ളിയുടെ അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ നിൽക്കുന്ന വേളയിലാണ്. അന്നാ പള്ളി ഇല്ല കേട്ടോ, അന്നാ പള്ളിയില്ല. എന്താണ് ആ ആയത്തിൽ? നിശ്ചയം അള്ളാഹു പ്രവാചകർക്ക് ഗുണം ചെയ്യുന്നു, മലക്കുകൾ ഈ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനേ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ എന്ന കൽപ്പനയുള്ള ആയത്താണത്.
ഈ ആയത്ത് കേട്ടപ്പോൾ സുജൂദിൽ വീണു. വബക്കാ, അല്ലാഹുവിന്റെ റസൂൽ കരയുകയാ. അല്ലാഹു സലാത്ത് എല്ലാം പറഞ്ഞിരിക്കുകയാണ്. സുജൂദിൽ വീണു ശുക്റിന്റെ സുജൂദ് ചെയ്തു പൊട്ടിക്കരഞ്ഞത് കൊണ്ടാണ് മസ്ജിദു ശുക്ർ എന്ന പേര്. ആ സലാത്തിന്റെ ആയത്തിറങ്ങിയത് കൊണ്ടാണ് മസ്ജിദു സലാത്ത് എന്ന പേര്. സുജൂദ് ചെയ്തത് കൊണ്ടാണ് മസ്ജിദു സജദ എന്ന പേര്. അവിടെ ഉത്തരം കിട്ടുന്ന പള്ളിയായതുകൊണ്ടാണ് മസ്ജിദുൽ ഇജാബ എന്ന പേര്. അങ്ങനെ ഓരോ പേരിനും വ്യാഖ്യാനമുണ്ട്. നിങ്ങളങ്ങനെ ചെയ്താൽ ഇൻഷാ അല്ലാഹ് പറയണേ മുഅ്മിനേ, ഒന്ന് ഇൻഷാ അല്ലാഹ് ഉറക്കെ പറയേ. ഈ കുട്ടികൾ മാത്രം, എല്ലാവരും ഒന്ന് ഇൻഷാ അല്ലാഹ് പറയും. നിങ്ങൾക്ക് അവിടെ പോകാൻ അവസരം ഉണ്ടായാൽ ഞങ്ങളവിടെ 5 മിനിറ്റ് കൊണ്ട് തീരില്ലേ? അല്ലാഹുവേ, എനിക്ക് ഹബീബിൻ്റെ പേരുള്ള സലാത്തിൻ്റെ ഇജാസത്ത് ലഭിക്കണം എന്ന് പറയാൻ 5 മിനിറ്റ് അല്ലേ വേണ്ടോ? 2 റക്അത്ത് ഖളാഉൽ ഹാജത്തിന്റെ നിസ്കാരം പോരെ? ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുകയാണ് മുഅ്മിനേ, ഹബീബേ, ഹജ്ജിനാണ് പോയതെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് നിങ്ങൾ മദീന വിടുന്നതിൻ്റെ മുമ്പേ ഫിൽ യഖ്ളതി ഔ ഫിൽ മനാം, സ്വപ്നത്തിലോ ഉണർച്ചയിലോ അല്ലാഹുവിന്റെ റസൂൽ വന്ന് നിങ്ങൾക്ക് സമ്മതം തരും. അതില്ലാതെ നിങ്ങൾ മദീന വിടില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ്. പറ്റുകയും ചെയ്തോളൂ. സാധ്യത വളരെ 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 കുറവാണെന്ന് എനിക്ക് സദസ്സിൽ തന്നെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് പറ്റുകയും ചെയ്തു നോക്കിയിട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടൊക്കെ ഒരു സാലിഹായ അമലായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ദീർഘിച്ച് പറയാനുള്ള പരിമിതി ഉള്ളത് കൊണ്ടാണ്. ഒന്നാമത് 2 മണിക്കൂറായല്ലോ. മാത്രമല്ല എനിക്കിനി തിരിച്ചോടണം. ഞാൻ നമ്മുടെ ഈ 2 ഉസ്താദുമാരെ വിചാരിച്ച് മാത്രം ഇങ്ങോട്ട് വന്നതാണ്. ഒരു പക്ഷേ ഇങ്ങോട്ടുള്ള എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും വരവ്. നിങ്ങളെ കാണാനും പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞതിലുള്ള എല്ലാ സന്തോഷവും അറിയിക്കുകയാണ്. ആൻഡ് ഇവിടെ കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്ത് മനസ്സുകൊണ്ട് മദീനയിലേക്ക് എന്ന പേരിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രം പറഞ്ഞ്, ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ ഹബീബിന് പറഞ്ഞു തുടങ്ങിയ ഒരു ലൈവ് സ്ട്രീമിംഗ് അതായിരിക്കും. അങ്ങനെയാണ് ചിലർ പറഞ്ഞിട്ടുള്ളത്. 341 എപ്പിസോഡ് പിന്നിട്ടു. അതിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ ആ താടിക്കാർ ഉസ്താദിൻ്റെ പേരെന്താണ്? വിട്ട് ഞാൻ മറന്നു. എന്താ പേര്? ഇത് നമ്മളവിടെ വന്നില്ലേ, നാസറോ? നിയാസ് ഉസ്താദ് ഇപ്പോൾ താപ്പീതിൽ വന്നിരിക്കണ ഞാൻ കണ്ടു. അപ്പോൾ അതുപോലെ ഈ സദസ്സിൽ വേറെ എവിടുന്നോ വന്ന ചില സഹോദരിമാരൊക്കെ ഉണ്ട്. അവരതിൻ്റെ സ്ഥിരം പ്രേക്ഷകരാണ്. ഫേസ്ബുക്കിലുള്ളവരൊക്കെ വയൽ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഇപ്പോൾ എടുക്കാൻ നിൽക്കരുത്. ബഷീർ പേജ് ദേശകാലം അടിച്ച് പേജിലൊരു ലൈക്കും എൻ്റെ പേഴ്സണൽ ഐഡിയിൽ ഒരു ഫ്രണ്ട് റിക്വസ്റ്റും അയക്കും. ആദ്യമായിട്ട് അവർക്ക് ഒരു വയലൊരു ഉസ്താദ് പറയണം. എന്തിനാണ്? അതിൽ മോണിറ്റൈസേഷനൊക്കെ ഓഫാണ്. അതിൽ പരസ്യത്തിന് പൈസ കിട്ടുന്ന പരിപാടിയല്ല. അത് യൂട്യൂബ് ചാനൽ പോലും ഇല്ല. അപ്പോൾ ഹബീബ് നിങ്ങളെ അതിലാണ് ഈ ലൈവ് നടക്കുക. 2 മണിക്കൂർ നേരം റസൂലിനെ കുറിച്ച് മാത്രം. റസൂലിന് 13 വയസ്സ്, 14 വയസ്സ്, 15 വയസ്സ്, 16 വയസ്സ്, 17 വയസ്സ്, ഇതൊന്നും വയതിൽ പറയാത്ത ഭാഗങ്ങളാണ് അല്ലേ? 6-ാം വയസ്സ് കഴിഞ്ഞ പിന്നെ 25-ൽ നബിയുടെ കല്യാണം കഴിഞ്ഞ് നുബൂവത്ത് കിട്ടിയെന്ന് പറഞ്ഞിട്ടൊരു ഓളത്തിൽ പോകും. അതിൻ്റെ ഇടയിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈഫുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതിലാണ് ചിലപ്പോൾ പറയാറുള്ളത്. നിങ്ങളുടെ കൊല്ലം ജില്ലയിൽ നിന്ന് കുറേ ആൾക്കാർ, കുറേയേറെ എന്ന് പറഞ്ഞാൽ ഒരു 10-20ഓളം ആൾക്കാരുണ്ട്. ഏതൊക്കെയോ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഞാൻ ആ സദസ്സ് പിരിഞ്ഞു പോകുമ്പോൾ ഞാൻ അതിലുള്ള ആളാണെന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ ഞാൻ ആദ്യമായിട്ട് വരികയില്ല, ഇവിടേക്ക് ആദ്യമായിട്ട് വരിക. അപ്പോൾ ഹബീബ് നിങ്ങൾ മൊബൈൽ ഫോണൊന്ന് കയ്യിലെടുക്കും. മൊബൈൽ കയ്യിലെടുക്കും. ലൈഫിൽ നിങ്ങൾക്കൊരു ഹൈർ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ പറയുന്ന നമ്പർ നിങ്ങളൊന്ന് അതിലടിക്കും കേട്ടോ. ഒറ്റ പ്രാവശ്യമേ പറയുള്ളൂ. റെഡിയായ 99 475 86 373. അതിൽ നിങ്ങളൊരു മെസ്സേജ് അയച്ച് ഞാൻ പോരുവഴിയില്ലേ, പോരുവഴിയിലെന്നാണെന്ന് പറഞ്ഞ് പേര് ചെയ്തിട്ടാൽ മതി.
നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അതിൽ വേറെ പരസ്യങ്ങളോ പൊളിറ്റിക്സോ തർക്കങ്ങളോ, നമ്മളൊക്കെ ഫോണിലൊക്കെ എന്തോരം ഗ്രൂപ്പാണ്. കല്യാണത്തിന് പോയ ഫോട്ടോ വരും, അതും ഇതൊക്കെ വരും, തല്ലും വെക്കാണ്, ഒളിച്ചോടിപ്പോയത്, അങ്ങനെ തല്ല്. അതിൻ്റെ ഇടയിൽ നിശബ്ദമായി ഹബീബിനെ കുറിച്ചും മാത്രം പറയുന്ന അതിൽ ഒരുപാട് ആശിക്കങ്ങളുണ്ട്. ഈ പറയുന്ന പ്രസംഗിക്കുന്ന ബഷീർ ഫൈസിക്ക് പ്രവാചക സ്നേഹമൊന്നും ഇല്ലെങ്കിലും കേട്ട് കേട്ട് ഹബീബിനെ കണ്ടവർ, അതമ്യമായ പ്രണയം കൊണ്ട് മൂടിയവർ. ഇപ്പോൾ ഇന്നലെയൊക്കെ അവിടുത്തെ ഉസ്താദ്മാർക്കറിയാം, ഞങ്ങളോട് വിശദീകരിക്കുന്നില്ല. റൂബിയിലെ സദസ്സിൽ ആളുകൾ കരഞ്ഞു പൊളിച്ചാകെ തൂഫാനായിരിക്കും. അത് പിന്നെ പാട്ടൊക്കെ ഉണ്ടായതുകൊണ്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. പക്ഷേ എനിക്ക് തുടക്കം മുതൽ ഈ സദസ്സിൽ അങ്ങനെ ഒരു ഫീലിംഗ് തോന്നിയില്ല. കാരണം ഞാൻ ചോദിച്ച ഒന്നും നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ല. പക്ഷേ അങ്ങനത്തെ ഒരു വയൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്റ്റൈൽ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും. നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ നമുക്കത് ഉൾക്കൊള്ളാനും. മുമ്പിൽ വന്നിരിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇരിക്കാത്തതിലും എനിക്ക് നല്ല വിഷമമുണ്ടായി. കാരണം ഒരു പ്രസംഗത്തിൻ്റെ ചിട്ടവട്ടം ചിലപ്പോൾ ഇത് അടിപൊളി മൈക്കായതുകൊണ്ട് ലാസ്റ്റിക്ക് വരെ കേൾക്കാൻ പറ്റും. പക്ഷേ എനിക്കങ്ങനെയല്ല. ഇതൊരു കൊട്ടേഷൻ എടുത്ത് 75,000 വാട്സ് മൈക്കിൽ ഒരു തകർപ്പൻ പ്രസംഗം നടത്തിയിട്ട് പൈസയും വാങ്ങി പോകുന്ന പരിപാടി ജാഹിലിയ കാലത്ത് ഞാൻ നടത്തിയിട്ടുണ്ട് 5 കൊല്ലം മുമ്പേ. ഇപ്പം അങ്ങനെയല്ല. ഇതുകൊണ്ട് ഒരാളെങ്കിലും അള്ളാൻ്റെ റസൂലിനെ ഒന്ന് കിനാവിൽ കണ്ടെങ്കിലെന്ന് ഭയങ്കരമായി, ഞാനീ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നുണ്ടാവും. നുണയാണെങ്കിൽ ഞാൻ നരകത്ത് പോകും. ഭയങ്കരമായ ഒരു ആഗ്രഹം കൊണ്ട്. എൻ്റെ അടുത്ത് ഈ ബഹത്വം അമലൊന്നുമില്ല, തെറ്റ് വന്നു പോകുന്ന ആളാണ്. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞ് സ്വർഗത്തിലേക്ക് നബിയോടെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. അതോടൊപ്പം എല്ലാവരും അങ്ങനെ ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഈ തിരക്കിൻ്റെ ഇടയിൽ ഒരു നിശബ്ദമായ വിപ്ലവം നടക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. അതുകൊണ്ട് നിങ്ങളതിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചാൽ ഒരു മെസ്സേജ് അയച്ചാൽ നമുക്ക് പ്രതികരിക്കും. ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയക്കുമ്പോൾ മെസ്സഞ്ചറിൽ ഞാൻ പോരു വഴിയെന്ന് പ്രത്യേക മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ ഞാൻ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാതെ ഫോളോ ലിസ്റ്റ് കിടക്കും. അപ്പോൾ കഴിഞ്ഞ 4 ദിവസം മുമ്പാണ് 341ാമത്തെ എപ്പിസോഡ് പറഞ്ഞത്. അതിൻ്റെ 100ാം എപ്പിസോഡ് കുന്നംകുളത്ത് വെച്ച് ഓഫ്ലൈൻ വേദിയിലായിരുന്നു. 250 നടന്നു. ഡിസംബർ 4-ാം തീയതി അമാന ഓഡിറ്റോറിയത്തിൽ വെച്ച് പാലക്കാട് ജില്ലയിൽ വെച്ച് അതിൻ്റെ 400ാമത്തെ എപ്പിസോഡ് നടക്കുകയാണ്. മഹാനരായ സയ്യിദുൽ ഉലമാ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സിംസാർ ലക്കുദവിയൊക്കെ പങ്കെടുക്കും. 5 കുട്ടികളുടെ കല്യാണം അവിടെ വെച്ച് നടക്കുന്നുണ്ട്. പിരിവിനല്ല, പേടിക്കേണ്ട. 5 കുട്ടികൾക്കുള്ള 5 പവൻ വീതം സ്വർണം കഴിഞ്ഞ സദസ്സിൽ വെച്ച് തന്നെ ആളുകൾ ഓഫർ ചെയ്തു. 1 പവൻ മഹർ, അവർക്കുള്ള വസ്ത്രം, ഭക്ഷണം എല്ലാം റെഡിയാണ്. നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. വരണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. കാരണം 10,000-3000 ആൾക്കാർ ഉൾക്കൊള്ളുന്നൊരു സദസ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അപ്പോൾ ആ കൂട്ടായ്മയിൽ നമ്മൾ ഹബീബിൻ്റെ പറയുന്നൊരു സദസ്സിൽ ഒരാളായിട്ട് ഇങ്ങനെ ഇരിക്കാൻ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കണം. അതിന് എഴുതിയെടുക്കാൻ പറ്റിയില്ല. ഉസ്താദ്മാരടുത്ത് നമ്പറുണ്ട്. നമ്മുടെ ഈ പ്രദേശം ഇസ്ലാമികമായി, ഞാൻ മഅദനിയുടെയൊക്കെ പഴയ പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നു കാണാൻ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ അവരിപ്പോൾ എറണാകുളത്തുള്ളത്, അവിടുത്തെ വീട്ടിലാണ്. ഇവിടെയാണെങ്കിൽ നാളെ 3 മണിക്ക് എല്ലാം പറഞ്ഞു. പക്ഷേ ഇവിടെയാണെങ്കിൽ പോകാൻ പറ്റിയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ വീട്ടിൽ പോലും പോകാതെ നേരെ ഫ്ലൈറ്റ് ഇറങ്ങി ഇങ്ങോട്ട് വന്നു. ഭയങ്കരമായി ക്ഷീണമുണ്ട് എന്ന് ഞാൻ ആദ്യം പറയാതിരുന്നത് അതൊരു പ്രസംഗത്തിന് തുടക്കത്തിൽ പറയുന്നത് മോശമാകുമെന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ടാണ് ഇരുന്നത്. ഞാൻ ചെറുപ്പക്കാരനായിട്ട് 200 പ്രസംഗിച്ചത് അതുകൊണ്ടാണ്. നിങ്ങളെല്ലാവരും ദ്വാരക്കണം. നമ്മളെല്ലാവരും ഐക്യത്തോടെയും സ്നേഹത്തോടെയും ഉമ്മത്ത് മുന്നോട്ട് പോകണം. മുസ്തഫായ നബിയെ വിട്ടിട്ടൊരു കളിക്കരുത് മോമിനിങ്ങൾക്ക്. നിങ്ങളുടെ പൊളിറ്റിക്സ് ഏതെങ്കിലും ആയിക്കോട്ടെ, പല രാഷ്ട്രീയം ഒരുക്കുന്നുണ്ടാവും, പല സംഘടനയിലായിരിക്കും. പക്ഷെ റസൂലുള്ളാഹി എന്ന കാര്യത്തിൽ നമ്മൾ യോജിക്കണം. ഹബീബിൻ്റെ പേരിൽ നമ്മൾ ഒരു ടീമായി നിൽക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇവിടെ 10-20 കൊല്ലം മുമ്പുണ്ടായ ഒരു സാഹചര്യം ഇല്ല ഇപ്പോൾ ഉള്ളത്. ഒരു മദ്രസ ഉണ്ടായി, 5 സെൻറ്റ് സ്ഥലം ആരോ സ്പോൺസർ ചെയ്ത ഒരു സ്ഥാപനം ഉണ്ടാക്കി. ഇപ്പോൾ അവിടെ ജുമഅ തുടങ്ങി, ഒരു പള്ളി തുടങ്ങി. അവിടെ എപ്പോഴും നിസ്കരിക്കാൻ അസൗകര്യങ്ങളുണ്ട്. ഇന്നലെ ബഹുമാനനായ നമ്മുടെ സുഹൃത്ത് സിറാജുദ്ദീൻ ഖാസിമി കുറച്ചേറെ പൈസ പിരിച്ചു എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ പിരിവിൻ്റെ വേള അറിയില്ല. നിങ്ങളൊരു 3 ലക്ഷ്യം മനസ്സ് കരുതിയിട്ട്, ഒന്ന് ഹബീബായ നബിയെ കാണണം. അതൊരു ചില്ലറ ലക്ഷ്യമായിട്ട് കരുതരുത് കേട്ടോ മോമിനിങ്ങളെ. അത് ഭയങ്കര ലക്ഷ്യമായിട്ട് കാണണം. ഉവൈസുൽ ഖർനി റളിയല്ലാഹുവിൻ്റെ ഒരു 2ാമത്തെ പാർട്ടുണ്ട്. ഞാനത് പറയാതെ വിട്ടുപോയതാണ്, ഇനിയിപ്പോൾ പറയണില്ല. മദീനയെക്കുറിച്ച് ഓർത്താ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞ് കെട്ടിപ്പിടിച്ചതൊക്കെ. 2ാമത്തൊന്ന് മദീനത്ത് പോകണം. 3ാമത്തൊന്ന് ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ നടക്കാത്തൊരു കാര്യം ഉണ്ടാവുമല്ലോ. ഒരുപാട് കാര്യം നടക്കാത്തതുണ്ടാവും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നിങ്ങൾ മനസ്സിൽ കരുതി, ഈ സ്ഥാപനത്തിൻ്റെ സഹായത്തിന് വേണ്ടി ഒരു സഹായം നിങ്ങൾ സഹോദരിമാരെ, ഞാൻ നിങ്ങളുടെ നാട്ടിലാദ്യമാണ്, അവസാനമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു സ്വർണ്ണാഭരണം ഈ പള്ളികൾക്ക് വേണ്ടി നൽകുക. ഒരു മോതിരെങ്കിലും പതുക്കെ ഒന്ന് ഒരു സംഘടനത്ത് കൊടുത്തയക്കി. നമുക്കിവിടെ ദുആ ചെയ്യാം. പടച്ചോൻ സ്വീകരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ ഉറപ്പൊന്നുമില്ല. എന്നാലും നമുക്ക് ദുആ ചെയ്യാം.
ഈ രാത്രി അള്ളാഹു ഹബീബിനെ കാണാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നിങ്ങൾ പലതവണ സഹായിച്ചവരാണെന്നറിയാം, എന്നാലും ഒരു സംഖ്യ പറഞ്ഞിട്ട് നിങ്ങൾ സഹായിക്കണം. എങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ പരിപാടി? എങ്ങനെയാണ്? സ്ക്വയർ ഫീറ്റാണോ അത് സിമെൻ്റാണോ? എങ്ങനെയാണ് പൈസ പറയാം? കേട്ടില്ല. ആയിക്കോട്ടെ. അവ പിരിവ് നാളെ മതിയെന്ന്. അള്ളാഹുവേ നീ സാക്ഷി, രക്ഷപ്പെട്ടു. അവ നാളെ മതിയെന്ന് പറഞ്ഞെടുത്തു. ഹബീബിങ്ങളെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. കാരുണ്യവാനും ദയാപരനുമായ അല്ലാഹുവേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടെ ഫിർദൗസിൻ്റെ ഒരു മൂലയിലെങ്കിലും ഞങ്ങൾക്കൊരിടം തരണേ അല്ലാ. ഹബീബായ നബിയുടെ നിങ്ങൾ എന്താണ് മനുഷ്യന്മാരെ ആമീൻ പോലും പറയാത്തത്? അല്ലാഹുവേ, കാമിലായി ഈമാൻ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും മരണപ്പെട്ടു പോയി, ഖബറിലാണ്. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. രോഗികളാണ് പലരും, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. അവരുടെ പരീക്ഷകളിലും അവരെ നീ വിജയിപ്പിക്കണമേ റബ്ബേ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ റബ്ബേ. ജോലിയുള്ളവരുടെ ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ഇടപാടുകളിൽ, ജോലികളിൽ, കൃഷികളിൽ, ബിസിനസ്സുകളിൽ, കുടുംബങ്ങളിൽ നീ ബർക്കത്ത് നൽകണമേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. വെന്റിലേറ്ററിലും ICUവിലും കിടന്ന് മരിക്കുന്നൊരു ഗതികേട് തരല്ലേ റബ്ബേ.